9 മണിക്ക് അങ്ങോട്ട് പോകാനില്ല. എവിടെ പോയി കിടക്കണം? ആകാശനീലിമേ, നിൻ മനതാരിൽ എന്താണ്? പ്രണയമോ അതോ പരിഭവമോ? കേശു. അയ്യോ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട് വരെ പോയതാ. ഞാൻ പോയപ്പം കേശുവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ തോന്നി, കണ്ടില്ല? അല്ല, 9 മണിക്ക് പോയപ്പോഴല്ല, നീ എവിടെ ഇല്ലായിരുന്നു? എന്താ എവിടെ ഇരുന്നേ? ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ? ഞാന് അത് ഞാൻ കവിത എഴുതിയതായിരുന്നു. അത് പിന്നെ ഈ ജന്മന സാഹിത്യവാസന ഉള്ളതുകൊണ്ടേ ഈ കല്ലിനോടും ആകാശത്തോടും അതിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. കേശു എന്നോട് ഇരുന്ന് കവിത പാട്, ഞാൻ പോട്ടെ. പോവല്ലേ? ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നിന്നപ്പോഴേ എൻ്റെ മനസ്സിലൊരു കവിത ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പാട്ടാ. വിജനമാം വീതിയിൽ കാത്തു നിൽക്കുന്നു ഞാൻ, കുഞ്ഞു മന്ദാരമേ വരില്ലേ, നീ വരില്ലേ, വരില്ലേ അല്ലേ? എന്നോടാണോ? ഓ, ഞാൻ വിചാരിച്ച ചെടികളോടെ എനിക്കുന്നു. അല്ല, ഞാനിവിടെ പറഞ്ഞു വന്ന ഫ്ലോയില്. പക്ഷെ മെർലിന്റെ ഹ്യൂമർ സെൻസ് ഭയങ്കര തന്നെ കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, കേശുവിന്റെ കവിതയൊക്കെ നല്ല ബോറാ. കേശുവിന് വേറൊന്നും പറയാനില്ലേ? പറയാനൊക്കെ ഉണ്ട്. പക്ഷെ മെർലിൻ എങ്ങനെ ഇപ്പോഴും എപ്പോൾ നോക്കിയാലും അതിലൊക്കെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവല്ലേ. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ ഫ്രീ ഉള്ളപ്പോ ഇറങ്ങിയാൽ നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇനി കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല. എവിടെ പോണം? എനിക്ക് കോളേജ് ലീവ് അല്ലേ, അപ്പൊ കുറച്ച് ഒരാഴ്ച ചെന്നൈ പോയി നിൽക്കാന്ന് വിചാരിച്ചു. ചെന്നൈയിലാ? ചെന്നൈ പോണോ? എന്റെ ഒരു കസിന്റെ വീടുണ്ട് അവിടെ. അപ്പം അവളുടെ കൂടെ ചുമ്മാ ചില്ലാക്കാൻ. ഞാൻ ഈ ചെന്നൈയിൽ ഇങ്ങനെ ഈ മറീന ബീച്ചും പിന്നെ മഹാബലിപുരം ഒക്കെ ഇല്ലേ, ഭയങ്കര സൂപ്പർ എന്ന് ശിവ പറയും. കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനും വരായിരുന്നു. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടി. ആണോ? അല്ലല്ല, നാളെ വൈകുന്നേരം ട്രെയിൻ. ഇപ്പൊ ടിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഫില്ലായിരിക്കും. അല്ല, മെർലിൻ ടിക്കറ്റ് ഇല്ലേ? ഞാൻ ജനറൽ എടുത്താലും വരാം. അല്ല, അത് അങ്ങനെ കേശു കുഴപ്പമില്ല, ഞാൻ വരും. ചോറായിട്ട് കറി വെച്ചാൽ മതി അല്ലേ ചേച്ചി? നീ എനിക്ക് ഭയങ്കര വേവാ. അത് തന്നെ. ഇന്നലെ തരി ഉണ്ടല്ലോ, ഇന്നലെ അതൊരു നേരം കൊണ്ട് വെക്കാൻ കാണും, അതിന് വേവ് കുറവാ. ഈ രണ്ടടുപ്പ് നന്നായിട്ട് കത്തിയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു അല്ലേ? 3 നന്നായി കത്തിക്കൊണ്ടിരുന്നതാ. ഒരെണ്ണം കംപ്ലൈന്റ് ആയി, ഇപ്പൊ അടുത്തതും കംപ്ലൈന്റ്. പാലിച്ചേട്ടത്ത് പറഞ്ഞാൽ ശരിയാക്കി തരുമല്ലോ? ബാലിച്ചേട്ടനടുത്ത് പറഞ്ഞാൽ ശരിയാക്കും, പക്ഷെ 50-50 ഒന്നെങ്കിൽ ശരിയാവും, അല്ലെങ്കിൽ ഉള്ളതും കൂടെ പോയി കിട്ടും. നമ്മൾ ഉച്ചയ്ക്ക് എന്ത് തോരൻ വെക്കും ചേച്ചി? കുടപ്പനിരിപ്പുണ്ട്, അതെടുത്ത് തോരൻ വെക്കാം. അത് കുറെ ദിവസമായില്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിച്ചാലാ? അയ്യോ, അമ്മ പടവലത്തു നിന്ന് കൊണ്ടുവന്ന തോരനാ, അത് കളയാനൊന്നും പറ്റിയൊന്നുമില്ല. നല്ല ജൈവവളം ഇട്ടുണ്ടാക്കിയ വാഴയിൽ നിന്നുണ്ടായതാ. ഈ വാഴയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ശ്രീ ഇന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി ചെറുപ്പത്തില് വാഴയിൽ കയറിയിട്ട് രണ്ടുപേരും കൂടി കുളത്തിൽ വീണെന്നൊക്കെ. കുളത്തിലാ? ഇന്നാളാ? ഇന്നാളല്ലേ, ചെറുപ്പത്തിൽ വീണ ശ്രീ. അത് കുഞ്ഞിലേ പഠിക്കുക, ഞങ്ങള് സ്കൂളിൽ പോയിരുന്ന ടൈമിലേ. അതെന്താന്നറിയാമോ? അത് കുളത്തിൽ വീണത് ഞാനല്ല, അവനാ കുളത്തിൽ വീണ. അത് നമ്മളെ വീടിന്റെ തെക്കുവശത്തൊരു വലിയ കുളമില്ലേ, ആ കുളത്തിന്റെ സൈഡിൽ അച്ഛൻ വാഴ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വാഴ ഇങ്ങനെ കുറച്ച് കിടക്കുമ്പോ അതിനകത്ത് ഈ മറ്റേ പൂ ഉണ്ടാവൂല്ലോ, അത് ഭയങ്കര ടേസ്റ്റ്. അത് തേൻ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഞാൻ അത് കേട്ടപ്പോ അവനോട് പറഞ്ഞ് നമുക്ക് ആ പൂവ് എടുത്തിട്ട് നമുക്ക് അതിന്റെ തേൻ കുടിക്കാന്ന് പറഞ്ഞു. ഇവന്റെ സ്വഭാവം അറിയാലോ, കാരണം അത് ഓടി അതിന്റെ മുകളിലോട്ട് ഓടി. ഇവരങ്ങോട്ട് വാഴയിലോട്ട് കേറലും അച്ഛൻ വന്ന്. അപ്പോഴാണ് വീണ? അല്ല, പിന്നെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഇവര് താഴോട്ട് പോകുന്ന അച്ഛൻ കാണും, ഒരു മോളോട്ട് കയറി അങ്ങ് പോയി. ആകെ ഒന്ന് നൂല് പോലെ അവൻ ഇരിക്കണതേ, ഓടി അങ്ങ് കേറോട്ട് പോയി. അച്ഛനോടങ്ങനെ എന്തോ അച്ഛടുത്തപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ കുലുങ്ങിയതാ. ചേച്ചി ഞാൻ വാഴയുടെ കുളം കൊള്ള. എന്തായാലും എന്താടാ ഒരു ദുഃഖഭാവമൊക്കെ? എന്താ വിശക്കണം? രാവിലെ പുട്ടും കടലയും കഴിച്ചല്ലേ വിശക്കാനായിട്ട്? അമ്മായി, ഒരു മനുഷ്യൻ വിഷമിച്ച് നിന്നാ അതിന്റെ ഹേതു വിശപ്പ് മാത്രമല്ലെന്ന് ആദ്യം അമ്മായിയും അമ്മയും മനസ്സിലാക്കണം. ഹേതുവാ? എടാ, നിന്റെ ഞാൻ 100 തവണ പറഞ്ഞോണ്ട് ഈ സാഹിത്യം പറഞ്ഞോണ്ട് അടുക്കളയിലോട്ട് വരല്ലെന്ന്. ഞാൻ സാഹിത്യം പറയാന്ന് വന്നത്. എടാ, എന്താടാ കാര്യം പറ. അല്ലമ്മ, 2 ദിവസമായിട്ടേ ശിവയുടെ ഓർമ്മ മാത്രം ഇങ്ങനെ വന്ന്. അതെന്താടാ പറയാൻ പറഞ്ഞ?
ഓർമ്മയാ? എടാ അവള് പഠിക്കാനാണ് പോയിരിക്കണേ. അവള് പഠിക്കാനാണ് പോയിരിക്കണേ, അതെനിക്കും അറിയാം. ശരി അമ്മ ശരി വിളിച്ചായിരുന്ന? വിളിച്ചായിരുന്നു. എങ്ങനെ നോക്ക്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇല്ല. എന്നാലും അവൾ ഇത്രയും ദൂരത്ത് ഒറ്റയ്ക്കല്ലേ അമ്മ? ഒറ്റയ്ക്കല്ലല്ലോ, അവിടെ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. ആ മണിമേഖല എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയായിട്ട് എപ്പോൾ നോക്കിയാലും കറക്കം. മലയാളികളും ഉണ്ട്, തമിഴ് പിള്ളേരും ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക് അവിടെ. എന്നാലും ബന്ധുക്കാരെ പോലെ ഫ്രണ്ട്സ് എന്തോ നിങ്ങൾ പറയണേ? ബന്ധുക്കൾ ഇല്ലെന്നാ? ബന്ധുക്കളുണ്ടല്ലോ, നമ്മളെ അമ്മയുടെ കുടുംബക്കാർ, സുഹാസിനി ചേച്ചിയും കുടുംബമൊക്കെ അവിടെയല്ലേ. അതൊരു അകന്ന ബന്ധമല്ല അമ്മ, നമ്മൾ അടുത്ത ബന്ധുക്കാരും. എന്താണ് നിന്റെ പ്രശ്നം? അമ്മ അവളുടെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കുന്നതാണ്. പാവം കൊച്ചു അവിടെ ഒറ്റയ്ക്ക്. എനിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് എന്താണ് ഇത്ര വിഷമം? എന്താ കാര്യം പറ. അമ്മ വേറൊന്നുമല്ല, അവൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് തോന്നിയാലോ. ഇപ്പൊ നീ ഇങ്ങനെ പറയാൻ കാര്യം എന്താ? എന്തെങ്കിലും അവള് പറഞ്ഞോ നിന്നോട്? അവളൊന്നും പറഞ്ഞില്ല. പിന്നെ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണ എന്താ? അല്ല ഞാൻ അല്ലാതൊരു ബ്രദർ കൺസേൺ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അല്ല വേറൊന്നുമല്ല. എടാ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറയണേ. ഇല്ലെന്ന് കേശു വെറുതെ തന്നെ ആദ്യമായിട്ടല്ലേ? അവളവിടെ സേഫാണെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ഇപ്പൊ നിൽക്കണത്. നീ ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻ കയറി ഞാൻ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. സത്യം പറയടാ. അല്ല അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട. അത് പിന്നെ അവള് പിന്നെ ഇത്ര ആഗ്രഹിച്ച് പഠിക്കാൻ പോയതല്ലേ ചെന്നൈയിൽ. ഇപ്പോൾ ചെന്നൈ പോണെങ്കിൽ ഒന്നുമില്ലമ്മ. കേശു വെട്ടിക്കണോ? ഇപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് ആർക്കും ഒരു സങ്കടമില്ല, പിന്നെ എനിക്ക് മാത്രം എന്തിനാണ് ആവശ്യമില്ലാത്തത്? ഞങ്ങളിവിടെ മനസ്സമാനത്തിൽ നിൽക്കല്ലേ, നീ അല്ലടാ വന്നിപ്പോ ടെൻഷൻ കയറ്റിയത്. തന്നല്ലേ ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞ അവളുടെ അനിയത്തിയെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം കാണുമോ ചേച്ചി? അറിയില്ല. ഇവനൊക്കെ പറയണത് മൊത്തം വിശ്വസിക്കാനും പറ്റില്ല, അന്ന് വിശ്വസിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഇനി പഠിക്കണൊക്കെ ഉണ്ടാ? മഴയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ടാ? ഞാൻ നാളെ ചെന്നൈയിലോട്ട് വന്നാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. തമാശ പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഓ അതല്ലേ നിന്നെ ഇങ്ങനെ കുറെ നാളായല്ലേ കണ്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു ആണ് ഞാൻ വരാൻ നോക്കാം പിന്നെ മാക്സിമം. ആ ശരി. ആരുടെ വിളിക്കുന്നത്? ശിവ. എന്ത് അവളെ ഇങ്ങനെ ചേട്ടാ ഇവൻ കുറെ നേരമായിട്ട് ശിവയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കണം. എന്ത്? ഒന്നുമില്ല. പറ എന്ത് എന്ത്? അല്ല അവളുടെ അടുത്ത് നിന്ന് കാണാൻ കാണണോ അവളെ? അവളെ കാണണോ? അവളെ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ. ഇതെന്തരട്ടാ പറയണത്? അവളൊന്ന് പഠിക്കട്ടെ, എക്സാം അല്ലേ ഇപ്പൊ. അതെ ഒന്നാമത് എക്സാം, അതുകൊണ്ട് ആ ഒരു അവസരത്തിൽ നമ്മൾ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണോ? നമുക്ക് അങ്ങോട്ട് പോയാൽ പോരെ? അത് ഐഡിയ. എന്ത് പറയണു? നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോവായിരിക്കും അല്ലേ? പക്ഷെ ചേച്ചി ലീവ് കിട്ടോ? അപ്പൊ ബാലു പോട്ടെ. അല്ല ചേട്ടന് സൈറ്റ് തിരക്കെന്നൊക്കെ പറയണ. എന്നുവെച്ചാ അച്ഛന് കിട്ടൂലേ? അച്ഛന് പണിയില്ലേ സൈറ്റില്? സൈറ്റ് തിരക്കാണേ. അച്ഛൻ അതുകൊണ്ട് പറ്റൂലല്ലേ? അമ്മയ്ക്ക് അമ്മ ലീവ് കിട്ടണം. ലീവ് കിട്ടില്ലല്ലോ. എന്നാ പിന്നെ എല്ലാരും കൂടെ പോണമെന്നില്ലല്ലോ, ഞാൻ മാത്രം പോയാൽ പിന്നെ നാളെ. നീ എന്തിനാ പോണത്? അവളെ കാണണ്ടേ അമ്മ? നീ ഒറ്റയ്ക്ക് പോണം? ഇതൊക്കെ ചെന്നൈ എന്നൊക്കെ പറയാൻ ഭയങ്കര വലിയ സിറ്റിയാണ്. നീ അയച്ചെന്ന് വായിച്ചെന്ന് ബായി പോണെന്ന് ഇറങ്ങി കൊടുക്കും. എന്താ വെച്ചാ ഇവിടുന്ന് നേരെ ചെല്ലുന്നു, ട്രെയിനിൽ കയറുന്നു, അവിടെ ചെന്നൈ എത്തുന്നു, ശിവയെ വിളിക്കുന്നു, ശിവ ഞാൻ ഇവിടെ എത്തി പറഞ്ഞാൽ അവളുടെ കൂടെ പോണു കഴിഞ്ഞിട്ട്. അപ്പൊ അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ പോട്ടെ കേട്ടോ. പ്രശ്നം എന്താണ്? ഏച്ചാ പോട്ടോ, നാളെ പോട്ടിരാ. നാളെ തന്നെ എന്തിനു പോണം? ലച്ചു വന്നിരുന്നെങ്കിൽ ലച്ചുവിനെ കൂട്ടി അങ്ങ് വിടായിരുന്നു ഇവനെ. കുഴിപ്പുറത്ത് പോയാൽ ചേച്ചി എന്തിനാ പറഞ്ഞ തന്നെ വിളിച്ചു വരുത്താൻ നിൽക്കുന്നത്? ചേച്ചി ഒന്നും പറയട്ടെ, ഞാൻ പോയിട്ട് വരാം. ഫുഡ് എന്തെങ്കിലും? ഫുഡാ? ഫുഡ് എന്തെങ്കിലും കൊടുത്തേ. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയപ്പവും കുറച്ച് ചിപ്സും ഒക്കെ ആയിട്ട് അങ്ങ് തന്നുവിടാം. അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ലെന്നല്ലേ പറയണേ? അപ്പം അമ്മ പടവലത്തുനിന്ന് കൊണ്ടുവന്നില്ലേ കായ? ഇതുണ്ടല്ലോ മാങ്ങ, കണ്ണിമാങ്ങ, അതും കൂടെ കൊടുത്തേക്കാം. കണ്ണിമാങ്ങ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളതൊക്കെ നാളെ തന്നെ റെഡിയാവൂ. നാളെ എന്തിനാ വേണം? നാളെ തന്നെ പോണമെന്നില്ലല്ലോ. അല്ല നാളെ ട്രെയിന് വൈകിട്ട്. ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ നാളത്തെ ട്രെയിനിന് തിരക്ക് കുറവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ട്രെയിനിന് നമ്മൾ ബുക്ക് ചെയ്താൽ കിട്ടാവുന്ന. അല്ല ഞാൻ നോക്കിയപ്പോ നാളത്തെ ട്രെയിനിന് ഇപ്പൊ തൽക്കാലമൊക്കെ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ട്രെയിനിൽ ഇവിടെ നിന്ന് ബസ്സിനാണെങ്കിലും പോകാൻ. ബസ്സിന് ബ്ലോക്ക് അമ്മ എത്തൂല. ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോ 2-3 ദിവസം. പാലക്കാട് വിട്ടാ പിന്നെ ബ്ലോക്ക് ഒന്നും ഇല്ല, പിന്നെ പെട്ടെന്ന് അങ്ങ് എത്തും. അല്ലേ ചേച്ചി അവൻ എക്സാം എന്നൊക്കെ പറയണ. എക്സാം
അമ്മ എനിക്ക് എക്സാം വരുമല്ലേ, അപ്പൊ ഞാനപ്പോ അങ്ങനെ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ദിവസം നാളെ ഞാൻ പോകുന്നു തിരിച്ചു വരുന്നു, എനിക്ക് സമയം പോകുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ സാധനം വാങ്ങണ്ടേ ചേട്ടാ? സാധനം വാങ്ങിച്ചിട്ടോ? എന്തൊക്കെ വാങ്ങിക്കണം? എന്തായാലും കുറച്ച് കായുടെ ഉണ്ടല്ലോ, കായ മേടിക്കണം പാലു, ചിപ്സ് ഉണ്ടാക്കാനായിട്ടെ. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കുറച്ച് അപ്പത്തിന്റെ മാവും പച്ചരി എല്ലാം കൂടെ വഴി വെച്ച് കയറ്റിക്കളല്ലേ, അതുകൊണ്ട് കൊടുക്കണം. അത് അവക്കാൻ വേണ്ടി കൊടുക്കും, എനിക്കുള്ള വേറെ ഊതി കിട്ടി തന്നാൽ മതി. എന്തിനും പറയാൻ നിൽക്കണ്ട, ഇവിടെ പോയിട്ട് വാ, അതാണ് സെറ്റ്. ഓക്കെ അല്ലേ ചേട്ടാ? സാധനം വാങ്ങണം. ഞാൻ പോവാം. ഞാൻ പോയി സാധനം വാങ്ങിച്ചിട്ട്. അപ്പൊ ഞാനെന്നാ വിളിച്ചു പറയട്ടെ. ഓ ശിവയെടുത്ത് വിളിച്ചു പറയട്ടെ. നീലേ ഓ ദാ മേടിച്ചാലോ? ആ കായുപ്പേരി ഉണ്ട്, കോഴിക്കോട് ഹലുവയുണ്ട്, ഹലോ മേടിച്ച. പിന്നെ ഉണ്ണിയപ്പം ഉണ്ട്. ഉണ്ണിയപ്പം എന്തിനാ മേടിച്ചത്? ഉണ്ണിയപ്പം നമുക്ക് ഇവിടെ ഉണ്ടാക്കാറുന്നല്ല. നമ്മളെ സുമതി ചേച്ചിയില്ലേ ഇവിടെ പലചന കട പറയുള്ള കട, ഓ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. സുമതി ചേച്ചി ഉണ്ടാക്കിയാണ്, ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു. ആണോ? ആ മണം കണ്ട ഇങ്ങനെ അടിക്കുന്നത്. നല്ല മണമുണ്ട്. ഈ മണം കാരണം ഇതെല്ലാം കഴിച്ചു തീർക്കുമെന്നാണ് എന്റെ സംശയം. ഞാൻ ഒന്നും തൊടൂല, കട്ടിക്ക് പാക്ക് ചെയ്ത് വെച്ചാൽ മതി പോരെ. അതിന് അവ ഒറ്റയ്ക്കല്ലോ പോണേ. ഒറ്റയ്ക്കല്ലേ? പിന്നെ ആരുണ്ട്? ഞാൻ അവിടെ ഉണ്ട്. അച്ഛനാ? എന്താ എനിക്ക് വന്ന കുഴപ്പം എന്താ? അച്ഛൻ എന്തിനാ പറഞ്ഞേ? ആ എന്റെ മുള കണ്ടോ എനിക്ക്? അച്ഛൻ പറഞ്ഞ നല്ലതല്ലേ? അച്ഛൻ പറഞ്ഞ നല്ലതാണ്, പക്ഷെ അച്ഛന് സൈറ്റിൽ എന്തോ ഭയങ്കര പണി. അത് ഞാൻ മെസ്സേജ് അയപ്പിച്ചു, എഞ്ചിനീയർ അടുത്ത് പറഞ്ഞു, അത് അവർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആ എന്തൊരു കഷ്ടം അത്. നിങ്ങൾ രണ്ടുപേരോടും ചെന്നൈ പോയി കണ്ടേ? അല്ല, നിങ്ങൾ പോയി ചെന്നൈ കണ്ടേ, അപ്പൊ എനിക്ക് പോയി ചെന്നൈ കാണണ്ടേ? നീ പോയിക്കോ. ആ നമ്മളന്ന് പോയി കണ്ടൊരു മിന്നായ പോലെ കണ്ടിട്ട് പെട്ടെന്ന് വന്നില്ലേ? അപ്പൊ നീ പോയിക്കോ, അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെന്നൈ കാണാൻ, അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ചെന്നൈ കാണാൻ പറ്റില്ലേ? അതുപോലെ നിനക്ക് തമിഴ് അറിയാമോ? നിനക്ക് തമിഴ് അവിടെ തമിഴാണോ? നീ വായ്പളം നീക്കി അവിടെ തമിഴ് അറിയാമോ? എനിക്കോ? എനിക്കല്ല സൂപ്പറായിട്ട് തമിഴ് അറിയാം. എവളോ തലപ്പടം പാത്രക്ക, തലവതിപ്പടം പാത്രക്ക. അച്ഛനാണ് തമിഴ് അറിയത്ത്. എനിക്കാ ഡേ ഞാൻ തമിഴ്നാട് മൊത്തം ചുറ്റി അടിച്ചവനാണ്. എത്ര MGR പടം, എത്ര ശിവാജി പടം ഞാൻ പാത്രക്ക, ഞാൻ ഇത്രയും പടം ഉണ്ടാവും. പിന്നെയാണ് എനിക്ക് സംശയം, ഇവ എന്തോ സംശയം ഉണ്ടോ പോണില്ലേ, വേറെ എന്തോ ഒരു കള്ളത്തറ ഇല്ലേന്ന് എനിക്ക് സംശയം. എന്തോ ഉണ്ട്. കഷ്ടം തന്നെ. സ്വന്തം അനിയത്തിയെ കാണാൻ പോകുന്നതിന് ഇത്രയും വലിയൊരു തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ലത്. അമ്മ നോക്കമ്മ, പറയണ നോക്കമ്മ, കള്ളത്തരോ അമ്മ? സീരിയസ് അമ്മ എന്തിനാ നോക്കിണ്ടിങ്ങനെ? പറയാൻ പറ്റില്ലേ, നീയാണല്ലോ. ശരി നോക്കട്ടാ. കള്ളത്തരൊന്നുമില്ല, ഞാൻ പോയി കണ്ടിട്ട് വരാം പോരെ. ഒരു കാര്യം ചെയ്യുമല്ലോ, ഇനിയിപ്പോ നിങ്ങൾ സൈറ്റിലെ പണിയൊന്നും നിർത്തിയിട്ട് പോകണ്ട, അവൻ പോയിട്ട് വരട്ടെ. അത് തന്നെ. എന്താ അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ വരണ്ട, ഞാൻ പോയിട്ട് വരാം. കുറച്ച് സൈറ്റിലെ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് തിരിച്ചു വരുമ്പോ വേറെ എന്തെങ്കിലും വേണ്ട. സാധനമൊക്കെ പാക്ക് ചെയ്യണ്ടേ? ഞാൻ പാക്ക് ചെയ്ത് തരാം, നന്നായിട്ട് പാക്ക് ചെയ്യാം, കൊണ്ടുപോ. ചെന്ന് പാക്ക് ചെയ്യാ, ചുമ്മാ സമയം കളയല്ലേ. ചെല്ലേ പാക്ക് ചെയ്യാ. അമ്മായി പോണില്ലേ? അമ്മായി എങ്ങോട്ടെങ്കിലും പോകുന്നില്ലേ? ഞാൻ പൊക്കോളാം. ഹലോ, ആ മെറിലേ, സംഭവം സെറ്റ് കേട്ടാ. നാളെ ഞാനും ഉണ്ട്, ഫിക്സ്. വൈകിട്ട് 7 മണിക്ക് ചെന്നൈ മെയിലിൽ ഞാനും ഉണ്ട്. ഓ നമുക്ക് അടിച്ചൊളിക്കാൻ മെറിലേ, ചെന്നൈ നമ്മൾ കറങ്ങി പൊളിക്കുന്നു, അത്ര തന്നെ. ആ പിന്നെ ഏത് ശിവേ, അത് കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് തിരിച്ചു വരുന്നതിന് ഒരു ദിവസം മുമ്പ് വല്ലതും പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് വരാം. എന്തൊക്കെയോ സാധനം ഇവിടെ തന്നു വിടുന്നുണ്ട്, അത് കൊടുത്തിട്ട് വരാം. ഓ അപ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് ചെന്നൈ മെയില്. ആ മെറിലവിടെ നിന്നാൽ മതി. ഓക്കെ, ശരി ശരി ശരി. അതോ ഇവിടുന്ന് പോണോ, ഒരുമിച്ച് പോണോ? എന്നാ ഒരുമിച്ച് പോ. ആ ശരി. അല്ല അങ്ങോട്ട് ഒരേ ചാനല അപ്പോൾ തന്നെ. ആ ഓക്കെ ഓക്കെ. കൊടുക്കട്ടെ. എൻ്റെ പൊന്നി ചേച്ചി, ഞാനത് കുറേ നേരമായി ചോദിക്കുന്നത്. കറക്റ്റ് സ്ഥലം പറ. ഞാനിപ്പോൾ അമ്മയുടെ റൂമിൽ. ആ ഇവിടെ ഒന്നും കാണാനില്ല, ഇവിടെ എടുത്ത് വെച്ചേക്കണെന്ന് പറയണേ. ചേച്ചി എന്തരത്? കുറേ നേരമായി കേട്ടോ, അങ്ങോട്ട് ഓടിക്കണം ഇങ്ങോട്ട് ഓടിക്കണ്. എവിടെ നിന്ന് കറക്റ്റ് പറഞ്ഞത്? ദേഷ്യപ്പെടണമെന്നാ? ഇപ്പം ഞാനാണ് ദേഷ്യപ്പെടുന്നത്, ചേച്ചിയല്ലേ ദേഷ്യപ്പെടണേ?
ചേച്ചി ഹലോ ആകെ എവിടെ നിന്ന് ഇപ്പൊ ചോദിച്ച പറയത്തൂല്ല. എവിടെ കൊണ്ടു വെക്കാ? ഇവിടെ എവിടെയൊക്കെയാണ് ഇവരുടെ തപ്പും ചെയ്ത്. അമ്മ ഓ ഇറങ്ങിയില്ലേ ഇതുവരെ? അമ്മ ഇറങ്ങാൻ ബാഗ് കിട്ടിയില്ല. എന്റെ പുതിയ ബാഗില്ലേ, കാണാനില്ലത്. കുഴപ്പമില്ല. ലച്ചേച്ചി അവിടെ എടുത്ത് വെച്ച് മറ്റേ അന്ന് കുഴപ്പമുള്ള പോയപ്പോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുപോയി വെച്ച് എവിടെ നിന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ബാഗ് നോക്കടാ. എവിടെ നോക്കാം നീ എന്തിലിട്ട ചവിട്ടണതിട്ട്? ബാഗ് ഇത്ര നേരം ഇവിടെ കിടന്ന് പഠിപ്പിച്ചതിന് വല്ല കാര്യം ഉണ്ടായോ? അല്ല പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ വന്ന് നോക്കിയത് അപ്പൊ കണ്ടില്ലത്. കണ്ണു തുറന്ന് നോക്കണം കാണണമെങ്കിൽ. ഇങ്ങനെയാണ് ചുരുട്ടിക്കുട്ടിയാണോ നോക്കണേ? കുഴപ്പമില്ല, അമ്മ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യും. ഇത് ബാഗിനകത്ത് എടുത്ത് ഓ എന്നാ അങ്ങനെ തന്നെ ഇറക്കി വെക്കാം. കുഴപ്പമുണ്ടോ ഇത്രയും വെയിറ്റ് കൊണ്ടുപോകണോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെന്ത് ഒപ്രാളല്ലേ പോവാൻ വേണ്ടി. അല്ല ഓക്കെ അല്ലേ? ഇതിപ്പോ എങ്ങനെയാ പോണേ? പോണോ? ഓട്ടോ വിളിച്ചങ്ങ് പോകും. ഒറ്റയ്ക്കാ പോണേ? അങ്ങോട്ട് പോ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കിട്ട് വരാം. അല്ല ഞാൻ ഒറ്റയ്ക്കല്ലേ പോണേ. എന്റെ കൂടെ ചീനുണ്ട്. എന്നാ ചീനു വരണം, വരട്ടെ അല്ലേ? ചീനു വരട്ടെ. അച്ഛാ ചീനു അവിടെ വരും. അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുമ്പോ അവനോട് വരും. അപ്പൊ അവനെ പോയാ പോരെ? അവൻ ഇങ്ങോട്ട് വരുമല്ലോ. ഇങ്ങോട്ട് വരുമല്ലോ അവൻ. അല്ല അവൻ ഇങ്ങോട്ട് വരും. വരാം. വരാന്നാ? അല്ല ചിലപ്പം വരും. അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. നീ അല്ലേ പറഞ്ഞ ചീനു വരുമെന്ന്. അവ ചീനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാ കുഴപ്പം? ഇപ്പൊ ചിലപ്പോ ആക്കിയത്. അല്ല അവൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോ വിളിച്ചോണ്ട് വന്നിട്ടേ പുള്ളിക്കാരൻ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ ഓട്ടോക്കാരൻ വരട്ടെടാ. ഓട്ടോക്കാരൻ ഇങ്ങോട്ട് വരാണ്ട് നിനക്ക് കയറാനും പറ്റില്ല, ഈ ഭാഗത്ത് വെക്കാനും പറ്റില്ലല്ലോ. ചീനു അതിനകത്ത് ഉണ്ടാവുമെന്നല്ലേ നീ പറഞ്ഞത്? അപ്പൊ ഇങ്ങോട്ട് ആ ഓട്ടോ കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ. ആ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വരട്ടെ അല്ലേ? വരട്ടെ. ഇത് വെള്ളമൊക്കെ എടുത്തു വെച്ചാ? വെള്ളമൊന്നും വേണ്ട. ട്രെയിനിൽ വെള്ളം ട്രെയിനിൽ കിട്ടും. പവർ ബാങ്ക് ഒക്കെ എടുത്ത് വെച്ചാ? പവർ ബാങ്ക് ഉണ്ട്, പിന്നെ ചാർജർ മൊബൈൽ കയ്യിലുണ്ട്. റോമിങ്ങിന്റെ ആവശ്യമില്ല. ഇപ്പൊ അവിടെ പോകുമ്പോൾ തന്നെ ആയിക്കോളും. ഓട്ടോമാറ്റിക്കായിട്ട് കാണണല്ലോ അല്ലേ? അതെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോട്ടെ. അതല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ശിവടുത്ത് പറയണം, പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്നെ വിളിക്കാൻ പറ. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് എന്തിട്ട് പോണേല് ഒറ്റയ്ക്ക് കൂടെ വിഷമമുണ്ടോ? ഇവിടുന്ന് ചെന്നൈ ഇവിടെ പോകുന്നു, ചെന്നൈ പോകുന്നു, കഴിഞ്ഞില്ലേ? ഒറ്റയ്ക്ക് പോകേണ്ട വിഷമമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. എന്തിന്? അത് ഉണ്ടായതേ കൂടായിരുന്നല്ലേ? അത് ഉണ്ടായതേ കൂടെ ഉണ്ടായത്. പക്ഷെ അച്ഛന് ഇതിന് പോണ്ടേ, സൈറ്റിൽ പോണ്ടേ, അമ്മയ്ക്ക് ലീവ് കിട്ടാത്തോണ്ടാന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു. അവള് പറയണ അച്ഛൻ അന്വേഷിച്ച് പറയണ പറഞ്ഞേക്കാം. പിന്നെ അതൊക്കെ പറയായിരിക്കും അച്ഛാ. ഉമ്മ കൊടുക്കണം. അച്ഛന്റെ പേരല്ലേ ശിവകുട്ടിക്ക് അച്ഛൻ ഒരു ഉമ്മ കൊടുത്തേക്കാം. പിന്നെ കൊടുക്കും. ഉമ്മ കൊടുക്കുമല്ലോ. കൊടുക്കും. കറക്റ്റാ കൊടുക്കണേ. ഇത് ഉപ്രാളം ചാടിച്ചടിക്കുന്നു. നീ വേർക്കണെന്താടാ? ചൂടമ്മ. ഞങ്ങക്ക് ഭയങ്കര തണുപ്പ്. അല്ല കാര്യം ഒരു തണുപ്പ്. അത് തന്നെ വല്ലാത്ത തണുക്കണ. അപ്പൊ എനിക്ക് പുഴുക്കം ഫീൽ ചെയ്യുന്നേ. അവരെ സാധനങ്ങൾ എടുത്താ? അല്ല മോക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്താ? അവർക്ക് കൊടുക്കാനുള്ള ഇപ്പം വെച്ചില്ലേ അച്ഛാ? ഇറങ്ങ. ചീനു വരട്ടെ. ചീനു വന്നിട്ടല്ലേ? എന്നാ പിന്നെ ചീനു വരട്ടെ. ചീനു എങ്ങനെ വരും? അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഡേയ് ചീനു, എടാ നീ എവിടെ? നീ ഒന്ന് ഇങ്ങോട്ട് എടാ പറഞ്ഞ അവനോട് ആവശ്യമുള്ള എപ്പോഴും വിളിച്ച നീ എടുക്കത്തു. മെർലിനെ ഞാൻ റെഡിയാ. അതിവിടെ ശിവയ്ക്ക് കൊടുക്കാനുള്ള 2 ദിവസം സാധനം ഇവിടെ പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇറങ്ങി ഞാൻ. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ്. ഓ ശരി. മക്കളെ കേശോട്ടാ ഇറങ്ങിയ ഇറങ്ങിയ ഞാനാ ഇറങ്ങി. എല്ലാം എടുത്തോ? എല്ലാം എടുത്ത്. ചീനു വരില്ലേ? ചീനു വരുമെന്ന് പറഞ്ഞില്ലേ? വരും. വന്നു അവിടെ വന്നു. അവിടെ അപ്പുറത്ത് അവനവിടെ എത്തി. അപ്പൊ ഞാൻ അവൻ വരുമ്പോ തന്നെ കയറി പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അയ്യോ ബെർലിൻ. അയ്യോ കഷ്ടം തന്നെ.
മോൾ ഇങ്ങോട്ട് വന്നത് ഇതാ കേശു ചെന്നൈക്ക് പോകും. ആ ഞാനും ചെന്നൈക്ക് പോവാ. അയ്യോ മെർലിൻ ചെന്നൈക്കാണോ? കേശുവിന് ഇന്നലെ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാന്ന്. കേശു പറഞ്ഞായിരുന്നല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയത്തിന് കാരണമുണ്ട്. എന്താണ്? സർപ്രൈസ്. നിങ്ങളിപ്പോ ഞെട്ടിയില്ല രണ്ടുപേരും. സർപ്രൈസ്. ഞെട്ടി വരച്ചല്ലേ? ഞെട്ടി വിറച്ചു പോയി. അപ്പൊ അങ്ങനെ സർപ്രൈസ് തരാൻ വേണ്ടി പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാനാണെന്ന്. പറഞ്ഞു പറഞ്ഞു പോട്ടെ, എന്തായാലും പൂവ് ഇറങ്ങിയതല്ലേ. അയ്യോ, നിങ്ങൾ ഒരുമിച്ച് പോണത് നല്ല കാര്യമല്ലേ? പിന്നെ അല്ലെങ്കിൽ തന്നെ നിന്റെ കൂടെ ഇപ്പൊ മെറിലുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. സത്യം ശരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് നിനക്കൊരു കൂട്ടായില്ലേ? ആ പോയിട്ട് വാ. പോട്ടെ പോയിട്ട് വരട്ടുമാ. ചെന്നൈക്ക് ടാറ്റാ ബൈ ബൈ സീ യു. ഒരാൾ കൂടെ ഉണ്ട്. അങ്ങനെ പോയ ഒരാൾ കൂടെ ഉണ്ട്. രണ്ടുപേരുണ്ട്. എല്ലാ 3 പേരുണ്ട്. ഇല്ല രണ്ടുപേരുണ്ട്. എല്ലാ 3 പേരും ഇവിടുന്ന് ഒരാളും കൂടെ ഉണ്ടല്ലോ. ഇല്ല ഇവിടെ നിൽക്കല്ലേ. അല്ല ഒരാളുണ്ടല്ലോ. അച്ഛൻ അമ്മ. ഒരു മിനിറ്റ് ഇപ്പൊ എത്തിയല്ലോ. റെഡിയല്ലേ? എങ്ങോട്ടാ? ചെന്നൈക്ക്. ആര്? ഞാൻ. ആരുടെ കൂടെ? നിങ്ങളുടെ കൂടെ. നിങ്ങളിവിടെ എന്ത് നമ്മൾ സർപ്രൈസ് വേണ്ടതല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷായില്ലേ ഒരാളും കൂടെ കൂടെ ഉള്ളത് കൊണ്ട്? സന്തോഷായില്ലേ? വിഷമായിരുന്നില്ലേ? പറഞ്ഞില്ല എന്നോട്. സർപ്രൈസ്. സർപ്രൈസ് അല്ലേ? ഓക്കെ സമയം കേട്ടോ, ഞാൻ ഇറങ്ങട്ടെ. യേശു എന്നെ പോയിട്ട് വാ കേശു. ഒട്ടും വിശ്വാസമില്ലല്ലേ? ഇല്ല. അച്ഛനും വിശ്വാസമില്ല. അല്ലല്ല നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് വാ. ശരി 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 ഓക്കെ. ശരിയാടാ. ആ ശരി. അത് പോണില്ലെങ്കിൽ അവർ രണ്ടുപേരും പോട്ടെ. അവര് പുറകെ പോടാ. പോയി എല്ലാരും പോയി. പാവ പടവലെത്തി. ഇവാനി ചെന്നൈ. നമ്മൾ മാത്രമായി. എന്താ കുഴപ്പം? ഓക്കെ തിരുവയ്ക്കുവാ. എന്നാ ഓക്കെ. ഞാൻ ഡ്രസ് മാറ്റ്. ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.